ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പം നമ്മളിന്ന് വന്നേക്കണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പം നിങ്ങളെന്ന് വിചാരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ജോബിന് എനിക്ക് ഇത് കിട്ടിയിരിക്കുവാണ് ഗൈസ്. നമ്മളതിനകത്ത് വെരിഫൈ ആയിട്ടുണ്ട്, നമ്മളൊരു പോലീസ് ആകാൻ പോവുകയാണ് ഗൈസ്. പക്ഷെ പോലീസിൻ്റെ ഷർട്ട് നമുക്ക് ഉടനെ കിട്ടും. ബട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരുടെ ഒരു ഇതാണ് ഗൈസ്. പക്ഷേ നമ്മളിതാണെന്ന് കളിക്കുന്നത്. നമ്മളപ്പോൾ ഒരു പട്ടാളക്കാരനല്ല, ആക്ച്വലി നമ്മൾ പോലീസാണ്. പക്ഷെ നമ്മുടെ പോലീസിൻ്റെ കിറ്റ് നമുക്ക് കിട്ടി ഗൈസ്, ഉടനെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ പോലീസിൻ്റെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ പോലീസിൽ ജോലി കിട്ടിയാൽ എനിക്ക് റോൾസ് റോയ്സുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിലോട്ടല്ല ഗൈസ് പോകുന്നത്, നമ്മൾ ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അതിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഇതിലൊരു പങ്കുണ്ട് ഗൈസ്. അവനാണ് എനിക്ക് ജോലിക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. എനിക്ക് വലിയ ഇംഗ്ലീഷ് ഇങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പം അവനാണ് എനിക്ക് ട്രാൻസ്ലേറ്റിങ്ങളൊക്കെ ചെയ്ത് തന്നത്. അപ്പം എല്ലാവരും എന്നോടൊക്കെ പറയുന്നുണ്ട് ഗൈസ്, നല്ല കാര്യമാണ്, പോലീസ് ആയല്ലോ, മോൻ കുറേ കഷ്ടപ്പെട്ടതല്ല എന്നൊക്കെ. അപ്പം ഞാനതിൽ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കാണാമെന്ന് വിചാരിച്ചു. കാരണം അവനുള്ളത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ജോലികളൊക്കെ കിട്ടിയത്. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഹലോടാ, എടാ എനിക്കൊരു ജോലി കിട്ടി, നീ അറിഞ്ഞോ? നീ എനിക്ക് എടുത്തു തന്ന പോലീസ് ജോലി തന്നെ എനിക്ക് കിട്ടിയടാ, നീ അത് അറിഞ്ഞായിരുന്നോ? കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാ, കാരണം നീയല്ലേ എന്നെ സഹായിച്ചത്. നമുക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാലോ? ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോകല്ലേ? ഉറപ്പല്ലേ? പോലീസ് സ്റ്റേഷനിലോട്ട് നമുക്ക് ഒരുമിച്ച് പോവാവേ. എടാ ഞാൻ വരില്ലടാ. എടാ നീ വന്നേ പറ്റത്തുള്ളൂ. നീ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാത്തില്ലടാ, കാരണം നീ അല്ലടാ ഇതൊക്കെ എടുത്തു തന്നെ. നീ കൂടെ ചുമ്മാ വണ്ടി കയറി ഇരിയടാ. എടാ ഞാൻ വരാം, പക്ഷെ എനിക്ക് ഇത് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് എന്നെ ഇടിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ? നീ ഏതായാലും വാ കയറ്, നമുക്ക് വേഗം പോയിട്ട് വരാം. കാരണം നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? വാ കയറി വണ്ടിയിലോട്ട് കയറാം. ഇതങ്ങനെ അവനെ അത്രയും പാടുപെടുത്തി ഞാൻ വണ്ടിയെ കയറ്റിയിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം കേസ്, എൻ്റെ സ്ഥലത്തോട്ട്. ഞാനാണ് കേസ് അവിടുത്തെ SP. ഞാനാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പോലീസ് ഓഫീസർ. അപ്പം ചേച്ചിമാരെ, എനിക്ക് ജോലി കിട്ടി. താങ്ക് യു. ചേച്ചിമാരൊക്കെ നമ്മൾ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേസ്. അതായത് എനിക്ക് ഭയങ്കര സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നിട്ട് കാണാം കേസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തോ തന്നെ റോട്ടിൽ കിടന്നു, എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യാം. നമ്മളാണ് ഇവിടുത്തെ SP. അപ്പം നമുക്ക് ഇവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം തന്നിരിക്കുന്നത്. എടാ നീ ഇറങ്ങടാ. ഞാൻ ഇറങ്ങുന്നതോടെ എനിക്ക് പേടിയാ. ഇങ്ങനെ ഒരു പേടത്തൂർന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ഹായ് സാർ. സല്യൂട്ട് സാർ. താങ്ക് യു സാർ. സാർ, ഇവിടെ സച്ചു SP എത്തി. എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ജോലി. ഹായ് പുതിയ SP. താങ്ക് യു സാർ. നീ ഇന്നിവിടെ വന്ന ഗാങ്ങിനെ പോയി പിടിക്കണം. ഇന്ന് ഇവിടെ എന്തോ സാധനം പൊട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അത് എന്ത് ആക്സിഡന്റ് ആയിരുന്നു? എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറ. എടാ അതൊരു ഗാങ് അസോൾട്ടിൽ പെട്ട ഒരു സാധനം, അതോടെ കിടക്കുന്നത്. നീ അവനെ പോയി കണ്ടുപിടിച്ചോണ്ട് പോ. അത് ഗാങ് അസോൾട്ട് ആയിരുന്നല്ലേ? അപ്പൊ ആ ഗാങ്ങിന്റെ വീട് എനിക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായില്ല. ഞാൻ മാപ്പ് ഇട്ട് പൊക്കോളാം സാറേ. അപ്പം ഓക്കെ, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. എന്തോ ഒന്നും കൂടെ പറഞ്ഞു സാറേ. എന്തോ ഗാങ് അസോൾട്ട്, എൻ്റെ വെടിയൊക്കെ വെക്കാനായിട്ട് വന്ന സംഭവം. മനസ്സിലായി. സോ ഗൈസ്, നമുക്കിനി എൻ്റെ കൂട്ടുകാരനായിട്ട് എനിക്കൊരു ജോലി തന്നിട്ടുണ്ട് നമ്മുടെ സാറ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. കാരണം അവിടെ എന്തോ ഇടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഇടിക്ക് ഉള്ള ആൾക്കാരെ നമുക്കിന്ന് കൊല്ലണം ഗൈസ്. അപ്പോൾ ഏതായാലും അവന്മാരെ കണ്ടുപിടിക്കണം. നമുക്ക് ഏതായാലും വണ്ടിയൊക്കെ തിരിച്ചിട്ട് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈമാണ് ഗൈസ്. എന്നെ നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് ചെന്നിട്ട് കാണാം. സാർ ഇപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞ് പോലീസ് വണ്ടിയെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പോലീസ് ആണല്ലോ. നമുക്കൊരു പോലീസ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നമ്മുടെ സാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ പോലീസ് വണ്ടി എടുക്കാൻ ഗൈസ്. വണ്ടി കയറി ചെന്നിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഇത് വേറൊന്നും അല്ല ഗൈസ്, ഇതൊരു കുതിരയാണ് ഗൈസ് ഈ ചത്ത് കിടക്കുന്നത്. ഇവിടെ നിന്ന് ഗാങ് അസോൾട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കുതിര ഇങ്ങനെ ചാകേണ്ടി വരില്ല ഗൈസ്. പാവം തോന്നുന്നു. ഒരു കുതിര ഇവിടെ ചത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അയ്യോ, കുതിര തട്ടി ഞാനും വീണിട്ടുണ്ട്. അപ്പോൾ ഈ കുതിര കൊന്നവന്മാർ എന്നാണ് നമുക്ക് പിടിക്കണം കേസ്. കാരണം ജീവിനെയാണ് കൊന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ കേസ്. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ അവൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ഞാനൊരു പോലീസല്ലേ, ഈ ഫ്രണ്ടിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കും അവരെ ഇത് വിചാരിക്കും കേസ്. കാരണം ഈ ഫ്രണ്ടുമായിട്ട് അടിച്ചു പൊളിക്കാൻ പോയതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ടുണ്ട്. നമ്മളെ അയ്യോ റോട്ടി വിളിച്ച് ഞാൻ താഴെ വീണിട്ടുണ്ട് കേസ്. ഫ്രണ്ടിനെ വിടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പോയതാണ്. സോറി. ഞാൻ അവന്മാരുടെ ഗാങ്ങിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഗാങ്ങിന്റെ സ്ഥലം. അപ്പൊ ഇവന്മാരെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക്
ഇപ്പുറത്തെ സൈഡിലോട്ട് ചാടിയതാണ് ഗേസ്. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം നിഗൂഢം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗേസ് ഇത്. അപ്പോൾ ഈ ഗ്യാങ്ങിനൊക്കെ കയറണമെങ്കിൽ തന്നെ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. അവൻ ഇതിലെ കൂടെ ടീഷർട്ടൊക്കെ ഇട്ട് മനുഷ്യനെ പോലെ ചുമ്മയാണ് നടക്കുന്നതെങ്കിലും അവൻ ഇച്ചിരി ഡേഞ്ചറാണ് ഗേസ്. നമുക്ക് അവനെ പിടിക്കാം. അവൻ ആ സൈഡിൽ നിൽപ്പുണ്ട് ഗേസ്. എനിക്ക് കണ്ടിയാണ് അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താഴോട്ട് വീട്ടിൽ ഞാൻ വീണ്ടും താഴെ പോയി ഗൈസ്. അവനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. നിങ്ങൾ കണ്ടു നോക്ക്. നിക്കടാ, ഞാനാണ് പോലീസ് സ്റ്റേഷൻ IPS. നീ അല്ലടാ കൊലപാതകിയാ, കുതിര കൊന്ന നീ അല്ലടാ. ഒന്ന് പോയടാ. ഞാനെന്തിനാണ് കുതിര കൊല്ലുന്നത്? പട്ടാളക്കാരുടെ ജേഴ്സി ഇട്ടാ ഇറങ്ങിക്കോളും രാവിലെ. തർക്കിക്കുന്നു എന്നോട്. നീ അല്ലടാ കുതിര കൊന്നത്. എടാ ഞാനൊന്നും അല്ലടോ, എന്നെ വെറുതെ വിട്. ഞാൻ അല്ലടോ. നീയാന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട്. നീ പട്ടാളക്കാരുടെ പാൻറ്റും ടീഷർട്ടും ഇട്ട് ഷർട്ടും ഇട്ടിട്ട് നീ അങ്ങോട്ട് പോവാ. നീ ആ കുതിര കൊണ്ടെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി. നിന്നെ കൊന്നേക്കാനാണ് പോലീസുകാർ പറഞ്ഞത്. ഞാൻ കൊല്ലാൻ പോവാ നിന്നെ. ഒന്ന് കൊണ്ടുപോകണോ തന്നെ കളിത്തോക്ക്. അയ്യോ, പോലീസുകാർ ഇടിക്കുന്നോടോ വൃത്തികെട്ടവനെ. പോലീസുകാർ നീ ഇടിക്കുന്നു. നിന്നെ ഇപ്പൊ കാണിച്ചു തരണോ? നീ പോലീസുകാർ ഇടിക്കാൻ തുടങ്ങിയല്ലേ? നിന്നെ ഇപ്പൊ കാണിച്ചു തരണോ ഞാൻ? നീ പോലീസുകാർ ഇടിക്കുമല്ലടാ. നീ പോലീസുകാർ ഇടിക്കുമല്ലേ? നിന്നെ ഇന്ന് തീർക്കാടാ നിന്റെ കാര്യം. നീ പോലീസുകാരെ ഇടിക്കുമല്ലേ? ഇവനെ ഇടിച്ചിട്ടൊന്നും ഇവന് പറ്റുന്നില്ല. ഇതെന്ത് അറിയത്തില്ല. ഏതായാലും നമുക്ക് മറ്റേ ഗണ്ണെടുക്കാം കഴിച്ചാൽ അതായിരിക്കും നല്ലത്. ഇവനെ ഇടിച്ചിട്ടൊന്നും ഇവന് ഒരു തേങ്ങയും പറ്റുന്നില്ല. ഏതായാലും നമുക്ക് ഇവനെ മറ്റേ ഗണ്ണ് വെച്ച് തീർക്കാൻ കഴിയും. ഇവൻ ഇച്ചിരി വലിയൊരു ഗാംഗിലെ ആളാണ്. പറയുന്നത് ഇവനല്ലേ ആ കുതിരെ കൊന്നെന്നാണ്. അപ്പോൾ ഏതായാലും ഇവനൊരു പണി കൊടുത്തില്ലെങ്കിൽ നടക്കത്തില്ല. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളാണ് ഈ ഗണ്ണങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നിന്നെ അങ്ങ് തീർത്താ തന്നെ. നീ തീർന്നതാ. അയ്യോ ഗൈസ്, ഞാനും അങ്ങനെ ചത്തിട്ടുണ്ട്. പക്ഷെ അവനെ ഞാൻ കൊന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ പോലീസ് ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചെന്ന് തോന്നുന്നു ഗൈസ്. കാരണം എന്നോട് അവനെ പിടിച്ചോണ്ട് പോകാനാണ് സാറ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവനെ കൊന്നിട്ടുണ്ട്. എൻ്റെ പോലീസ് ജീവിതം അപ്പോൾ ഇവിടുന്ന് അവസാനിച്ചെന്ന് എനിക്ക് തോന്നണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക, ചെറിയ സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.